മക്കളെ, ജെബിസ് ക്ലാസ് നിന്ന് ജിബിൻ സാറാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളിൽ കുറേ ആളുകൾക്കുള്ള ഒരു വലിയ പ്രശ്നമാണ്, ഇനിയുള്ള ദിവസങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റുമോ, എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഇപ്പോഴും ഞാൻ പഠിക്കാത്തതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ റിപ്പീറ്റേഴ്സായിട്ടും റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളുടെ വലിയൊരു പ്രശ്നം. ഇതിനൊരു എക്സാക്ട് പരിഹാരം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേട്ട് കഴിഞ്ഞാൽ, ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് എക്സാമിന് എത്ര ദിവസമുണ്ട്? 76 ദിവസങ്ങൾ അല്ലേ? ഈ 76 ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് മക്കൾ നോക്കിക്കോ. നമ്മുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? 76 ഡേയ്സ് അല്ലേ? 76 ദിവസങ്ങൾ. ഈ 76 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കണേ, ഞാൻ പറയുന്ന പോലെ തന്നെ കേൾക്കണം. 76 ദിവസം അല്ലേ? ഈ 76 ദിവസത്തിൽ നമുക്ക് പഠിക്കാൻ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 82 ചാപ്റ്റേഴ്സ്, 82 ചാപ്റ്റേഴ്സ് അല്ലേ? 76 ദിവസം നമുക്ക് വന്നിട്ട് എത്ര ചാപ്റ്റേഴ്സാണ്? 82 ചാപ്റ്റേഴ്സ്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ 82 ചാപ്റ്റർ പഠിക്കാൻ ഇപ്പോഴും എത്ര ദിവസമുണ്ട്? 76 ദിവസങ്ങൾ. നിങ്ങൾ +1 പഠിച്ചിട്ടില്ലേ? +2 പഠിച്ചിട്ടില്ലേ? ഈ +1ലും +2ലും പഠിച്ച കാര്യം തന്നെയല്ലേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ അപ്പോഴും പഠിച്ചത്. ഇനി നിങ്ങൾ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾ +1ൽ പഠിച്ചു, കുറേ കുട്ടികൾ +2ൽ എത്തിയപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പഠിച്ചു. അതായത് നിങ്ങളെല്ലാം പഠിച്ചത് ഒന്ന് തന്നെ. ഇപ്പോഴ് റിപ്പീറ്റിനോട് ഇരിക്കുന്ന കുട്ടികൾ +1ലും +2ലും പഠിച്ച് റിപ്പീറ്റിലത് വീണ്ടും കേട്ടു. അതായത് നിങ്ങൾ എത്ര തവണ ഇത് കേട്ടു. അതുകൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന റിവിഷൻസിൻ്റെ കൂടെ അപ്പോഴും നിങ്ങൾ പഠിച്ചു. അതായത് ഇതൊക്കെ നിങ്ങൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എനിക്ക് എത്രയോ ചാപ്റ്റർ ഉണ്ട്, എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല, ഇതൊക്കെ ഞാനിപ്പോൾ എന്താക്കും? എൻ്റെ കുഞ്ഞുങ്ങളെ, 76 ദിവസം ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ 82 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതായത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കാൻ അത്രത്തോളം സമയം നമ്മുടെ മുന്നിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ എത്ര ചാപ്റ്റേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട്? എത്രയോ ചാപ്റ്റേഴ്സ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നല്ല ഭദ്രമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ ടെൻഷനാവുന്നത്? ആദ്യം തന്നെ ഈ ദിവസം ഒന്ന് ചിന്തിക്കടാ. ഇനി 76 ദിവസം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം 76 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തല്ലോ, അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ച് നോക്കിയേ. ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകൾക്ക് ഇനി ഈ 76 ഡേയ്സും കൂടെ ഞാൻ കഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം കണ്ട സ്വപ്നത്തിലേക്ക് എത്താൻ എനിക്ക് ഇത്ര ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ മാറി ചിന്തിക്കും നിങ്ങൾ. അതല്ലാതെ ഇനി 76 ദിവസം, അയ്യോ അതിപ്പോൾ തീർന്നു പോലെ, ആ ചിന്ത മാറ്റിയിട്ട് ഈ 76 ഒന്ന് വേഗം തീരട്ടെ, എന്നാൽ പിന്നെ എനിക്ക് ഏതേ നല്ല മെഡിക്കൽ കോളേജിൽ പഠിക്കാമല്ലോ, അങ്ങനെ മാറി ചിന്തിക്കുക. ഇവിടെ ഞാൻ നല്ലൊരു സ്ട്രാറ്റജി പറഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കൾ. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യണം. നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിനെ മക്കൾ ഒരു കാര്യം ചെയ്യണം, ഇതിനെ നിങ്ങൾ 3ആയിട്ട് മുറിക്കണം. എങ്ങനെയൊക്കെയാ? ഈസി ആയിട്ടുള്ള ടോപ്പിക്സ്, പിന്നെ നിങ്ങൾക്കൊരു അത്യാവശ്യം ആവറേജ് ലെവൽ അറിയുന്ന ടോപ്പിക്സ്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? 82 ചാപ്റ്റേഴ്സിനെ, അതിലേറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാ, ഇതിനൊരു മോഡറേറ്റ് ലെവൽ നിങ്ങൾ പഠിച്ചേക്കുന്ന ഏതാ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാ, ഈ രീതിയിൽ വേണം എൻ്റെ കുട്ടികൾ കാറ്റഗറൈസ് ചെയ്യാൻ. ഇങ്ങനെ നിങ്ങൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതി നോക്കണം കേട്ടോ. ചാപ്റ്റേഴ്സിൻ്റെ പേരുകളൊക്കെ നിങ്ങളിങ്ങനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയോ? നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്പർ ഇപ്പോൾ ടോട്ടൽ 82 ചാപ്റ്റേഴ്സാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ എത്രത്തോളം ചാപ്റ്റേഴ്സ് എഴുതുമെന്ന് അറിയോ? ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 60 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇവിടെ എഴുതും. അതായത് അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസിയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ മുന്നിലുള്ള 76 ദിവസത്തിൽ ഇപ്പം തന്നെ 60 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന് ചെറിയ സമയം മതി. അതിന് വേണ്ടിയിട്ട് കുറേ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് ആ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ, ബാക്കി 22 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 22ലേക്ക് നമ്മൾ പോകുമ്പോഴില്ലേ, 22ൽ ചിലപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു 15ഓളം ചാപ്റ്റേഴ്സ് ഇവിടെ ആയിരിക്കും. അതായത് ഒരു ആവറേജ് ലെവൽ നിങ്ങൾ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ചാപ്റ്ററാണ് ഉള്ളത്? ഇനി 7 ചാപ്റ്റർ. അതാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള, നിങ്ങൾ അധികം പഠിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സത്യം മനസ്സിലായി, ഇപ്പം തന്നെ നമുക്കൊരു ധൈര്യം കിട്ടി, ഇപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. ആ കോൺഫിഡൻസ് എന്താണെന്നറിയോ? ഇത്രയും കാലം നമ്മൾ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എനിക്ക് എന്തൊക്കെയൊക്കെയോ പെൻഡിങ് ഉണ്ട്, ഞാൻ അവിടെ എത്തിയിട്ടില്ല, എനിക്കിതൊക്കെ ഇനി ഞാൻ എങ്ങനെ തീർക്കും, ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ മാറി ചിന്തിക്കും. ഇപ്പം മുതൽ നിങ്ങൾ മാറി ചിന്തിക്കും. കാരണം എന്താ അറിയോ? ഇപ്പം മുതൽ നിങ്ങൾ മാറി ചിന്തിക്കും എന്ന് പറയാൻ കാരണം 76 ദിവസം ഇനിയും ബാക്കിയുണ്ടെന്നാണ് ഇനി നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. കാരണം 7 ചാപ്റ്ററേ ഉള്ളൂ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇനി മോഡറേറ്റ് ലെവലിൽ ഇരിക്കുന്ന ഒരു 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ടുള്ള 60 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ കൂളായി, നമ്മുടെ മൈൻഡ് കൂളായി, ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ ഈസിയായി. എന്തിനാ പിന്നെ നമുക്ക് ടെൻഷൻ?
നമ്മുടെ ഈ ടെൻഷനാണ് നമ്മളെ കൊണ്ടുവച്ചിട്ട് നമ്മളെ മാർക്കൊക്കെ കളയിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ കയ്യിലുള്ള ദിവസങ്ങൾ ധാരാളം മതി നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ള സത്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടിയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയേക്കുന്ന ആ ഒരു കോൺഫിഡൻസ് അത് തിരിച്ചു പിടിക്കുകയാണ് ആദ്യം നമുക്ക് വേണ്ടത്. ആ കോൺഫിഡൻസ് തിരിച്ചു പിടിച്ചല്ലേ മക്കളെ, നമ്മൾ മനസ്സുകൊണ്ട് അങ്ങ് ആഗ്രഹിച്ച് കഴിഞ്ഞ് എനിക്ക് കിട്ടും എന്നുള്ളൊരു വാശിയോടുകൂടെ ഞാൻ അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങളെ പിന്നെ ഒരാൾക്കും തടുക്കാൻ പറ്റൂല, ഒരാൾക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല, ഒരാൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങളെ പിടിച്ച് കെട്ടാൻ പറ്റൂല. നിങ്ങൾ ഉറപ്പായിട്ടും മുന്നോട്ട് തന്നെ പോകും. ആദ്യം ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ചാപ്റ്ററുകളുടെ എണ്ണം എത്രയോ കൂടുതലാണ്. നിങ്ങളുടെ കയ്യിൽ തീരെ അറിയാതിരിക്കുന്ന ചാപ്റ്ററുകൾ വളരെ കുറവാണ്. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, ഇനി നമ്മുടെ എയിം എന്തായിരിക്കണം എന്നറിയോ? ഈ ചാപ്റ്ററുകൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതായത് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൊഡ്യൂൾ എക്സാംസ് നടക്കുന്നുണ്ട്, മോഡൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ എന്നാൽ പിന്നെ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പഠിക്കാം. അതെല്ലാം ശരി, നമ്മൾ ആ എക്സാംസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ എന്നാൽ പോലും ഈ ചാപ്റ്ററുകൾ അവസാനം വരെ നമ്മൾ പെൻഡിങ് വെച്ചാൽ പിന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഇതങ്ങ് തീർത്താലില്ലേ, നമ്മൾ പിന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഇത് തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എക്സാംസ് ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഈ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് മോഡറേറ്റ് ലെവലിലേക്ക് വന്നു, മോഡറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഈസിയിലേക്ക് വന്നു, മറ്റത് വീണ്ടും ഈസിയിലേക്ക് വരും. അപ്പം നമ്മൾ ഓക്കെയാണ്, നമ്മുടെ ടെൻഷൻസ് ഒക്കെ മാറി. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഒരു 650+ ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ, ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ 2-3 ചാപ്റ്റേഴ്സ് എനിക്ക് തീരെ മനസ്സിലാവില്ല, ഞാൻ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ 2-3 ദിവസം കുത്തിയിരിക്കേണ്ടി വരും, എന്നാൽ മാത്രമേ എനിക്കത് ശരിയാവും. മക്കളെ, ഇവിടെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ധൈര്യത്തോടു കൂടി ഒരു തീരുമാനം എടുക്കണം. വിട്ട് കളയണം മക്കളെ, വിട്ട് കളയേണ്ട എന്തോ അത് വിട്ട് കളയാനും പഠിക്കണം. ഇവിടെ നമുക്കൊരു 2-3 ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ അത് എടുത്ത് കളയാം. അത് വേണ്ട, നമുക്ക് അതിനുള്ള മാർക്ക് വേണ്ട, അതങ്ങോട്ട് പോട്ടെ. അതായത് അതുകൊണ്ട് ആദ്യം ഒന്ന് നോക്കണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എത്ര ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഇയേഴ്സും എടുത്ത് നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ ചോദിക്കുള്ളൂ. 3 ചാപ്റ്റർ കുത്തിരുന്ന് പഠിക്കണം, 9 ദിവസം വേണം. ആ 9 ദിവസം ഞാൻ എടുത്തുകൊണ്ട് ഈ 3 ക്വസ്റ്റ്യൻസിന് വേണ്ടി പിന്നാലെ പോണ്ട, വിട്ട് കളഞ്ഞേക്ക്. പക്ഷേ പഠിക്കുന്ന ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നല്ല തറവായിട്ട് അങ്ങോട്ട് പഠിക്കണം. ധൈര്യത്തോടു കൂടി ഇരിക്കുക, കോൺഫിഡൻസോടു കൂടി ഇരിക്കുക. നിങ്ങൾക്കൊരു സത്യാവസ്ഥ അറിയാം, ജെയുടെ എക്സാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ജെയുടെ എക്സാം നല്ല ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു. എന്തായാലും ജെയിനേക്കാളും വലിയൊരു എക്സാം ഒന്നും നമ്മുടെ നീറ്റിൽ നിന്ന് നടക്കാൻ പോകുന്നില്ല. ജെയ് ഇത്ര ഈസി ആയ സ്ഥിതിക്ക് നമ്മുടെ നീറ്റ് എക്സാം നല്ല ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും. ആദ്യം ധൈര്യം കൊടുക്കും മനസ്സിന്. വരാൻ പോകുന്ന മെയ് 5-ാം തീയതി നിങ്ങളുടേതാണെന്ന് നിങ്ങൾ മനസ്സിലങ്ങ് ഫിക്സ് ചെയ്യും. എന്നിട്ട് മക്കളെ പഠിക്കാൻ തുടങ്ങും. ആദ്യത്തെ കോൺഫിഡൻസ് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ തന്നില്ലേ. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മൊഡ്യൂൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ട ഐഡിയാസ് എന്തൊക്കെ, അത് കൂടാതെ നമ്മളിനി ഓരോ എക്സാംസും കഴിയുമ്പോൾ അവിടുത്തെ റിവിഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അതുപോലെ തന്നെ ഓരോ എക്സാംസും കഴിയുമ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഈ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, അതിലെന്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഇതിനൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം, ഇതിനെക്കുറിച്ചൊക്കെ മക്കളെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു ടിപ്പ് മനസ്സിലോർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.